ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കർത്താവിൻ്റെ ശക്തി എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായൊരു വാക്യം വായിക്കാം. ലൂക്കോസ് 5:17 അവൻ ഒരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലും യഹൂദിയയിലുമുള്ള സകല ഗ്രാമങ്ങളിൽ നിന്നും യെരുശലേമിൽ നിന്നും വന്ന പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ ഇരുന്നിരുന്നു. സൗഖ്യമാക്കുവാൻ കർത്താവിൻ്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. തൻ്റെ രോഗശാന്തി ശക്തി നമ്മുടെ ഇടയിൽ പ്രകടമാകുമെന്ന് കർത്താവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാത്തിലും വലിയ രോഗശാന്തി നമ്മുടെ ആത്മാവിൻ്റെ രോഗശാന്തിയാണ്. നമ്മുടെ ആത്മാവ് സമാധാനത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റെല്ലാ വശങ്ങളിലും നമുക്ക് രോഗശാന്തി അനുഭവപ്പെടുന്നു. ദാവീദ് പ്രാർത്ഥിച്ചു, കർത്താവേ, എന്നോട് കരുണയുണ്ടാകണമേ. ഞാൻ നിന്നോട് പാപം ചെയ്തു. എൻ്റെ ആത്മാവിനെ സുഖപ്പെടുത്തണമേ, കാരണം ഞാൻ നിന്നോട് പാപം ചെയ്തു എന്ന്. ഇത് സങ്കീർത്തനം 41:4 കാണുന്നു. നാം പാപത്തിൽ നിന്ന് തിരിയുമ്പോൾ കർത്താവുമായുള്ള നമ്മുടെ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടും. നമ്മുടെ ആത്മാക്കൾ സന്തോഷവും ദിവ്യ സമാധാനവും കൊണ്ട് നിറയും. ദൈവം വാഗ്ദാനം ചെയ്യുന്നു, ഞാൻ അവരുടെ പിന്മാറ്റത്തെ സുഖപ്പെടുത്തും. എൻ്റെ കോപം അവരിൽ നിന്ന് അകന്നു പോയതിനാൽ ഞാൻ അവരെ സൗജന്യമായി സ്നേഹിക്കും എന്ന്. ഇത് ഹോശേയ 14:4 പറയപ്പെടുന്നു. ഇവിടെ കർത്താവ് ആത്മാവിനെ സുഖപ്പെടുത്തുക മാത്രമല്ല, വഴിതെറ്റിയവരെ പുനഃസ്ഥാപിപ്പിക്കുകയും ചെയ്യുന്നു. ജഡമോഹങ്ങളിലും കൺമോഹങ്ങളിലും ജീവനത്തിൻ പ്രതാപങ്ങളിലും കുടുങ്ങിയവർക്ക് അവനിലേക്ക് മടങ്ങാൻ കഴിയും. അവൻ അവരുടെ വഴിപിഴച്ച അവസ്ഥയെ സുഖപ്പെടുത്തും. കർത്താവ് മറ്റാരെയാണ് സുഖപ്പെടുത്തുന്നത്? ലൂക്കോസ് 4:18 ഹൃദയം തകർന്നവരെ അവൻ സുഖപ്പെടുത്തുന്നുവെന്ന് നാം വായിക്കുന്നു. പരീക്ഷണങ്ങൾ, നിരാശകൾ, പരാജയങ്ങൾ, വിശ്വാസവഞ്ചനകൾ എന്നിവ ഹൃദയത്തെ തകർക്കും. നമ്മൾ വിശ്വസിക്കുന്നവർ നമ്മെ നിരാശരാക്കുമ്പോൾ അത് ആഴമായ ദുഃഖത്തിന് കാരണമാകുന്നു. എന്നാൽ കർത്താവ് തൻ്റെ ശക്തിയിൽ ഹൃദയം തകർന്നവരെ കെട്ടുന്നു, ബന്ദികളെ സ്വതന്ത്രരാക്കുന്നു, സമാധാനവും ആശ്വാസവും നൽകുന്നു. തിരുവെഴുത്തുകളിലുടനീളം രോഗശാന്തിക്കും പുനഃസ്ഥാപനത്തിനുമുള്ള തൻ്റെ വാഗ്ദാനങ്ങൾ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അവൻ ശാരീരിക രോഗശാന്തി, വൈകാരിക രോഗശാന്തി, ആത്മീയ നവീകരണം എന്നിവ കൊണ്ടുവരുന്നു. അവൻ ആത്മാവിനെ പുനഃസ്ഥാപിപ്പിക്കുന്നു, ദുർബലരെ ശക്തിപ്പെടുത്തുന്നു, നിരാശരെ പുനർജീവിപ്പിക്കുന്നു. അവൻ്റെ രോഗശാന്തി സ്പർശം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പൂർണ്ണത കൊണ്ടുവരുന്നു. നമ്മുടെ കർത്താവ് എത്ര അത്ഭുതകരമാണ്! വചനം പ്രഖ്യാപിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് ആരോഗ്യം പുനഃസ്ഥാപിപ്പിക്കുകയും നിങ്ങളുടെ മുറിവുകളെ സുഖപ്പെടുത്തുകയും ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന്. ഇത് യിരെമ്യാവ് 30:17 കാണുന്നു. ദൈവമക്കളെ, മാറ്റമില്ലാത്ത കർത്താവായ യേശു ഇന്നലെയും ഇന്നും എന്നേക്കും തന്നെ അന്വേഷിക്കുന്ന എല്ലാവർക്കും സ്വാതന്ത്ര്യവും ദിവ്യ രോഗശാന്തിയും നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം മത്തായി 4:23 പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ആവർത്തന പുസ്തകം 28-29 വൈകുന്നേരം മർക്കോസ് 14 57 മുതൽ 72 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.